നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനിയേച്ചർ ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പേപ്പർ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതെന്നാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പിസ്ത ഷെൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് പേപ്പർ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ചെയ്യുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് 20x20 സെൻറ്റിമീറ്ററിലെ ഒരു ഗ്രീൻ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏറ്റവും ആദ്യം ഈ പേപ്പർ ഡയഗണൽ ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യണം. ഇതേ രീതിയിൽ ഈ സൈഡിൽ നിന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി കറക്റ്റ് ഈക്വൽ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യണം. ഈ സൈഡിൽ നിന്നും അതേ രീതിയിൽ ഫോൾഡ് ചെയ്യുവാണ്. ഇത്രയും ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ഓർഗാനിക് ക്രാഫ്റ്റിലും ചെയ്യുന്നത് പോലെ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. ഇനി ഈ ഓരോ ലീഫും ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്യാം. കറക്റ്റ് ഈക്വൽ ഹാഫ്, രണ്ട് സൈഡും ഈക്വൽ ഹാഫ് ആവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ എല്ലാ സൈഡും ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ലതുപോലെ നെയിൽസ് വെച്ച് പ്രസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം ആ ഫോൾഡിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ 8 ലീഫാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ? ഇനി ഈ കറക്റ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ സിസർ വെച്ചിട്ട് ഇത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ഒരു ട്രീൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കട്ട് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ് കട്ട് ചെയ്യാനുള്ള ഏരിയ. അപ്പോൾ 4 കട്ട് കൊടുക്കുവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഒരു ലീഫിൽ 4 കട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതേ രീതിയിൽ എല്ലാ ലീഫിലും കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ലീഫും 4 കട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ ലൈൻ വരെ കട്ട് ചെയ്യരുത്. ഇത്ര ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എല്ലാ ലീഫും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ. ഇനി കട്ട് ചെയ്ത പോർഷൻ എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ എല്ലാ ലീഫും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു 3D ക്രിസ്മസ് ട്രീൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനു മുന്നേ നമുക്ക് പിസ്ത ഷെൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളറിലെ പേപ്പറാണ് എടുത്തേക്കുന്നത്.
അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പറാണിത്. ചാർട്ട് പേപ്പറാണ്, ഗ്രീൻ ചാർട്ട് പേപ്പറാണിത്. അത് നമ്മളൊരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഇതൊരു കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കണം. ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പിസ്താഷ്യൽസ് ആണ്. പിസ്താഷ്യൽസ് എല്ലാം ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് വെച്ചേക്കുവാണ്. രണ്ട് സൈഡും നമ്മൾ അടിക്കണം. നല്ലതുപോലെ ഡ്രൈ ചെയ്ത് വെച്ചേക്കുവാണ് ഇതെല്ലാം. അപ്പം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കോണൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ക്രിസ്മസ് ട്രീൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. നല്ലൊരു കോൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇത് മൊത്തം ഒട്ടിച്ചെടുക്കണം പിസ്താഷ്യൽസ്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് കട്ടിയായി പോവും. അപ്പം നമ്മൾ ഇതേ രീതിയിൽ അങ്ങ് മേളിൽ വരെ പിസ്താഷ്യൽസ് ഒട്ടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ കംപ്ലീറ്റ് മേളിൽ വരെ പിസ്താഷ്യൽസ് ഒട്ടിക്കണം. ഇനി ഇതിൽ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡ് കളർ എടുത്തേക്കുവാണ്, മെറ്റാലിക് ഗോൾഡ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടും. ക്രിസ്മസ് ട്രീ ആകുമ്പോൾ ബോൾസ് ഇല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബീഡ്സ് എടുത്തേക്കുവാണ് പല കളറിൽ. അതുകൂടെ ജസ്റ്റ് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് B7000 ഗ്ലൂ ആണ്. ഏത് അഡസീവ് ഗ്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം ഒട്ടിച്ചു. ഇനി ഈ സ്റ്റാർ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യുവാണ്.
അപ്പം രണ്ടെണ്ണം ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഒട്ടിക്കാനാണ്. ഒരു സൈഡ് അല്ലെങ്കിൽ പിന്നെ ഡള്ളായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ 2 സ്റ്റാർ കട്ട് ചെയ്തേക്കുവാണ്. ഇത് നമുക്ക് അഡ്ഹസീവ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീയും പേപ്പർ വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീയും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് വീട് ഒരുക്കുമ്പോൾ ക്രിസ്മസ് ട്രീയിലാണെങ്കിലും അല്ലെങ്കിൽ പുൽക്കൂടിലാണെങ്കിലും ഇതുപോലത്തെ ചെറിയ മിനിയേച്ചർ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.